പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2019-20 നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് ദ സ്കൂൾ എന്നുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടല്ലേ, അത് തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധയോടെ ഫില്ല് ചെയ്യണം. അവിടെ ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്. റീഡ് ദ ക്വസ്റ്റ്യൻ ബിഫോർ യു റൈറ്റ്. യു ഹാവ് 15 minutes സ്കൂൾ ഓഫ് ടൈം ഫോർ റീഡിങ്. 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചു നോക്കാനും ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനുമുള്ള സമയമാണ്. ആക്ടിവിറ്റി 1 ഈസ് കമ്പൾസറി അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം 2 to 6. ആക്ടിവിറ്റി ഫസ്റ്റ് ഒന്നാമത്തേത് കമ്പൾസറിയാണ്. എല്ലാവരും നിർബന്ധമായും ആക്ടിവിറ്റി 1 ചെയ്യണം. ബാക്കിയുള്ള 2 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഏറ്റവും ടഫുള്ളത് കൂട്ടുകാർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ടഫായിട്ട് റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കൂട്ടുകാരെ, ഇവിടെ ഒരു സ്റ്റോറി നൽകിയിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം താഴെ നൽകിയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതണം. നമ്മൾ ഈ സ്റ്റോറിയിൽ എന്താണ് കാണുന്നത്? ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു കാറ്റടിക്കുന്നു, മരങ്ങളൊക്കെ ചരിഞ്ഞു നിൽക്കുന്നു, സൂര്യനുണ്ട്, ഒരു മനുഷ്യൻ നടന്നു വരുന്നതും കാണാം. ഒരെണ്ണം. ആക്ടിവിറ്റി 1 സ്റ്റോറി വായിക്കാം. The wind and the sun quarrel each other. The wind said, "I am stronger than you." The sun replied, "No, I am stronger than you." They saw a man walking along the road. "I can take off his coat," said the wind. The wind blew and blew, but he couldn't take off the man's coat. "I can take off his coat," said the sun, and the sun shined bright. The man felt hot and took off his coat. കൂട്ടുകാരെ, ഈ കഥ എന്താണ്? നന്നായി വായിച്ച് മനസ്സിലാക്കിയെടുക്കണം. ആദ്യത്തെ വരിയിൽ എന്താ പറയുന്നത്? ദ വിൻഡ് ആൻഡ് ദ സൺ ക്വാറൽ ഈച്ച് അതർ. കാറ്റും സൂര്യനും തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയാണ്. അവർ പരസ്പരം വഴക്കിടുകയാണ്. ദ വിൻഡ് സെഡ്, "ഐ ആം സ്ട്രോങ്ങർ ദാൻ യു." കാറ്റെന്താണ് പറഞ്ഞത്? ഞാനാണ് ശക്തിമാൻ, നിന്നേക്കാളും ഞാനാണ് ശക്തിമാൻ എന്ന് പറയുന്നു. ദ സൺ റിപ്ലൈഡ്, എന്താണ് സൺ? സൂര്യൻ എന്താ മറുപടി പറഞ്ഞത്? "നോ, ഐ ആം സ്ട്രോങ്ങർ ദാൻ യു." അല്ല, ഞാനാണ് നിന്നേക്കാളും ശക്തിമാനായവൻ. ദേ സോ എ മാൻ വാക്കിംഗ് അലോങ് ദ റോഡ്. അവർ രണ്ടുപേരും എന്താ കാഴ്ച കണ്ടത്? ഒരാൾ നടന്നു വരുന്നു അല്ലേ, ഒരാൾ അദ്ദേഹത്തെ കണ്ടു, റോഡിൽ കണ്ടു. "ഐ ക്യാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട്," സെഡ് ദ വിൻഡ്. വിൻഡ് എന്ത് പറഞ്ഞു? ഞാൻ അയാളുടെ കോട്ട് എടുത്തു മാറ്റും എന്ന് വിൻഡ് പറഞ്ഞു. ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ. ശക്തിയായിട്ട് കാറ്റ് അടിച്ചു. ബട്ട് ഹി കുഡിൻറ്റ് ടേക്ക് ഓഫ് ദ മാൻസ് കോട്ട്. പക്ഷേ കാറ്റിന് എന്തു പറ്റി? കാറ്റിന് അയാളുടെ കോട്ടൂരി മാറ്റാൻ സാധിച്ചില്ല. "ഐ ക്യാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട്," സെഡ് ദ സൺ. ഞാൻ അയാളുടെ കോട്ട് മാറ്റും എന്ന് സണ്ണ് പറഞ്ഞു, സൂര്യൻ പറഞ്ഞു. ആൻഡ് ദ സൺ ഷൈൻ ബ്രൈറ്റ്. സൂര്യൻ ശക്തിയായിട്ട് കത്തി ജ്വലിച്ചു. ദ മാൻ ഫെൽറ്റ് ഹോട്ട് ആൻഡ് ടുക്ക് ഓഫ് ഹിസ് കോട്ട്. അയാൾക്ക് എന്ത് തോന്നി? ചൂട് തോന്നി. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ കോട്ട് ഊരി മാറ്റി. കൂട്ടുകാരെ, കഥ നന്നായി വായിച്ചതിന് ശേഷമേ ആൻസർ ചെയ്യാവൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ ഈ കഥയിൽ? ആരൊക്കെയാണ് കൂട്ടുകാരെ? ദ വിൻഡ്, സൺ ആൻഡ് മാൻ. 3 പേരുണ്ടായിരുന്നല്ലേ കഥാപാത്രങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ വിൻഡ് ഡു ടു ടേക്ക് ഓഫ് ദ മാൻസ് കോട്ട്? എന്താ കൂട്ടുകാരെ ചെയ്തത്? വിൻഡ് എന്താണ് ചെയ്തത്? ദ വിൻഡ് ബ്ലൂ ആൻഡ് ബ്ലൂ ടു ടുക്ക് ഓഫ് ദ മാൻസ് കോട്ട്. മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ മാൻ ടേക്ക് ഓഫ് ഹിസ് കോട്ട്? എന്തുകൊണ്ടാണ് അയാൾ കോട്ടൂരിയത്? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. സ്റ്റോറിയിൽ എന്താണ് പറയുന്നത്? ദ മാൻ ഫെൽറ്റ് ഹോട്ട്. ദ മാൻ ഫെൽറ്റ് ഹോട്ട്, സോ ഹി ടുക്ക് ഓഫ് ഹിസ് കോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് സ്ട്രോങ്ങർ? ആരാണ് കൂട്ടുകാരെ ഇവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ളത്? ദ സൺ. ദ സൺ ഈസ് ദ സ്ട്രോങ്ങർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ സൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. സൂട്ടബിളായിട്ടുള്ള ടൈറ്റിൽ എഴുതണം. എന്താണ് ഇതിന് യോജിച്ച ഒരു തലക്കെട്ട്? ഏതാണ്? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് എഴുതാം. ഹു ഈസ് ദ സ്ട്രോങ്ങർ, അങ്ങനെ എന്തെങ്കിലും കൂട്ടുകാർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് എഴുതി വയ്ക്കാം. ആക്ടിവിറ്റി 2 ഡിസ്ക്രിപ്ഷൻ. ലുക്ക് അറ്റ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ്.
കൂട്ടുകാരെ, ഇവിടെ മനോഹരമായൊരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ഇവിടെ മനോഹരമായ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് കൂട്ടുകാരെല്ലാവരും കണ്ടെത്തണം. ഒരു കൊച്ചു പെൺകുട്ടി ഒരു പേപ്പർ ബോട്ടിലിരിക്കുന്നു. ആമയുണ്ട്, ഫിഷുണ്ട്, മരങ്ങളുണ്ട്, വീടുണ്ട്, ക്ലൗഡുണ്ട്, പക്ഷികൾ പറക്കുന്നു. കൂട്ടുകാർ ചിത്രം നല്ലതുപോലെ നോക്കിയതിന് ശേഷം വേണം പിക്ചറിനെ കുറിച്ച് വിവരണം എഴുതാൻ. നമുക്ക് ഈ പിക്ചറിൻ്റെ വിവരണം എഴുതാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. എ ഗേൾ ഈസ് സെയിലിംഗ് എ ബിഗ് പേപ്പർ ബോട്ട്. A fish and a tortoise also in the water. They are swimming. The sun is watching with smiley face. There are so many trees and small bushes near the stream. There are 2 houses in the land. Birds are flying in the sky. There are clouds in the sky. All seems very happy. കൂട്ടുകാരെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 തോട്ട്സ്. Pingala's father saw his son working hard to make the seeds sprout. He felt sorry for Pingala. All children were going to the palace with well-grown plants. He asked Pingala to go to the palace with the empty pot and to tell the king that he tried his best. Pingala's father watched him go into the palace with the empty pot. He became worried and began to think about his child. Write the thoughts of Pingala's father. കൂട്ടുകാരെ, പിംഗലയും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ ഒക്കെ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു തോട്ടാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. കൂട്ടുകാരെ, നമ്മൾ പിംഗലയുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണിതെല്ലാം അല്ലേ? എന്തൊക്കെയായിരിക്കും തോട്ട്? എന്താണ് ഇവിടെ പറയുന്നത്? പിംഗല ഫാദർ അദ്ദേഹത്തിൻ്റെ മകൻ വളരെ ഹാർഡ് വർക്ക് ചെയ്തത് കണ്ടതാണ്. പക്ഷേ ആ സീഡ് വളർന്നില്ല. അദ്ദേഹത്തിന് പിംഗലയോട് വളരെ വിഷമം തോന്നി. എല്ലാ കുട്ടികളും കൊട്ടാരത്തിലേക്ക് വളർന്ന ചെടികളും കൊണ്ടാണ് പോയത്. അപ്പോൾ പിംഗലയോട് അദ്ദേഹം പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് ഈ എംറ്റി പോട്ടുമായിട്ട് നീയും പൊയ്ക്കോ. രാജാവ് അറിയെങ്കിലും ചെയ്യുമല്ലോ, നീ നിൻ്റെ ബെസ്റ്റ് ചെയ്തെന്ന് അറിയെങ്കിലും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. Pingala's father watched him going to the palace with the empty pot. അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. പിംഗല എംറ്റി പോട്ടുമായിട്ട് പോകുന്നത് കണ്ട്. He became worried and began to think about his child. അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുവാനും തുടങ്ങി. എന്തൊക്കെ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി പോയത് എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എഴുതാം. Poor Pingala. He worked hard, but his seed didn't sprout. What will happen to Pingala? Will the king punish him? Is Pingala okay? What will Pingala say to the king? What happened to the seed? എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള ചിന്തകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി വന്നേക്കാം അല്ലേ? കൂട്ടുകാരതെല്ലാം തന്നെ എഴുതണം. ആക്ടിവിറ്റി 4. Read and enjoy. Grandma brought a tasty dish. I thought it was made of fish. Looks so yummy, thick and red. Nice to have it with a bread. ഇവിടുത്തെ പോയം എന്താണ് പറയുന്നത്? ഗ്രാൻഡ്മ ബ്രോട്ട് എ ടേസ്റ്റി ഡിഷ്. ഗ്രാൻഡ്മ ഒരു ടേസ്റ്റി ഡിഷ് കൊണ്ടുവന്നു. ഐ തോട്ട് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഫിഷ്. ഞാൻ വിചാരിച്ചു അത് ഫിഷ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്. ലുക്ക് സോ യമ്മി, തിക്ക് ആൻഡ് റെഡ്. നൈസ് ടു ഹാവ് വിത്ത് എ ബ്രെഡ്. ഒരു ബ്രെഡ് റെഡ് കളറിലുള്ളതാണല്ലേ, അത് ബ്രെഡ് കൊണ്ട് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. സൂട്ടബിൾ ആയിട്ടുള്ളൊരു തലക്കെട്ട് കൊടുക്കണം. എന്താ കൊടുക്കാൻ പറ്റുക? ടേസ്റ്റി ഡിഷ് എന്ന് കൊടുക്കാം. ഫൈൻഡ് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് റൈറ്റ് ബിലോ. റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരേപോലെ സൗണ്ട് വരുന്നതാണ് റൈമിംഗ് വേർഡ്സ്. ഈ പോയത്തിൽ എന്തൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്? ഗ്രാൻഡ്മ ബ്രോട്ട് എ ടേസ്റ്റി ഡിഷ്. ഐ തോട്ട് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് ഫിഷ്. ദ ഡിഷ് ഫിഷ്. 2 റൈമിംഗ് വേർഡ്സ് നമുക്ക് കിട്ടും. അവിടെ തന്നെയുണ്ട് ബ്രോട്ട്, തോട്ട്. അടുത്ത റൈമിംഗ് വേർഡ്സ് കിട്ടും. അടുത്ത വരി നോക്കാം. ലുക്ക് സോ യമ്മി, തിക്ക് ആൻഡ് റെഡ്.
നൈസ് ടു ഹാവ് ഇറ്റ് വിത്ത് എ ബ്രെഡ്. റെഡ് ബ്രെഡ്. അടുത്ത റൈമിങ് വേർഡ്സും നമുക്ക് കിട്ടി. വാട്ട് ഈസ് ദ പോയം അബൌട്ട്? ഈ പോയം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എബൌട്ട് എ ഡിഷ്. ഒരു ഡിഷിനെ കുറിച്ചാണ് പറയുന്നല്ലേ. അത് കൂട്ടുകാർ ആൻസർ എഴുതാം. അടുത്ത ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ. നമ്മൾ കുറേ കോൺവെർസേഷൻ എഴുതി പഠിച്ചിട്ടുണ്ടല്ലേ. ഇവിടെയും ഒരു കോൺവെർസേഷൻ നൽകിയിട്ടുണ്ട്. വായിക്കാം. The boy was wandering by the side of the stream. He saw a girl sitting near the stream and launching paper boats. Yellow, blue, red. They were in many colors. He didn't know how to make paper boats. He gazed at the color boards. He approached the girl. കൂട്ടുകാരെ, ഇവിടെ ആരൊക്കെയാണ്? എ ബോയ് ആൻഡ് എ ഗേൾ അല്ലേ. ഒരു ബോയ് ഉണ്ട്, ഒരു ഗേൾ ഉണ്ട്. അവർ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്. ദ ബോയ് വാസ് വണ്ടറിങ് ബൈ ദ സൈഡ് ഓഫ് ദ സ്ട്രീം. ഒരു തടാകത്തിനരികെ നിൽക്കുന്ന ഈ ബോയ് ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ടല്ലേ. ഹി സോ എ ഗേൾ സിറ്റിംഗ് നിയർ ദ സ്ട്രീം ആൻഡ് ലോഞ്ചിങ് പേപ്പർ ബോട്ട്. തടാകത്തിലൂടെ ലോഞ്ച് ചെയ്യുവാണ്. എന്ത്? അവളുടെ കയ്യിലുള്ള പേപ്പർ ബോട്ട്. പല നിറത്തിലുണ്ട്. യെല്ലോ, ബ്ലൂ, റെഡ്, അങ്ങനെ പല നിറത്തിലുള്ള ബോട്ടുകളും അവളുടെ കയ്യിലുണ്ട്. They were in many colors. He didn't know how to make paper boats. പക്ഷേ അവനറിയില്ല, ആ ബോയ്ക്ക് അറിയില്ല എങ്ങനെയാണ് പേപ്പർ ബോട്ട് ഉണ്ടാക്കേണ്ടതെന്ന്. അവനെന്ത് ചെയ്തു? അവന് ആഗ്രഹം തോന്നിയല്ലേ. അവൻ ആ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയായിരിക്കും. എന്തൊക്കെയായിരിക്കും ചോദിക്കുക? അവർ തമ്മിലുള്ള സംഭാഷണം. കൂട്ടുകാരെ എഴുതാം നമുക്ക്. ബോയ്: ഹൗ ബ്യൂട്ടിഫുൾ ദീസ് ബോട്ട്സ് ആർ. ഹൂ മെയ്ഡ് ഓൾ ദീസ്. എത്ര മനോഹരമായ ബോട്ടാണ്. ആരാണിത് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗേൾ എന്തായിരിക്കും ഉത്തരം പറയുക? മൈ ആൻറ്റ് മെയ്ഡ് ഓൾ ദിസ്. അവളുടെ ആൻറ്റിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംഭാഷണം എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക? മൈ ആൻറ്റ് മെയ്ഡ് ഓൾ ദിസ്. ബോയ്: ഹൗ ഡിഡ് ഷി മെയ്ഡ്. ഗേൾ: ഷി മെയ്ഡ് ദീസ് ബൈ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് പേപ്പർ. ആൻറ്റിയാണ് ഉണ്ടാക്കിയത്. ആൻറ്റി പല നിറത്തിലുള്ള പേപ്പർ കൊണ്ടാണ് ഇതുണ്ടാക്കിയതെന്ന് അവൾ മറുപടി പറയും. അപ്പോൾ ബോയ് എന്ത് ചോദിക്കും? ഡു യു നോ ഹൗ ടു മേക്ക് പേപ്പർ ബോട്ട്. നിനക്കറിയാമോ പേപ്പർ ബോട്ട് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന്? അപ്പോൾ ഗേൾ പറയും, നോ, ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ബോയ് എന്ന് പറയും, വിൽ യു ഗിവ് മീ എ പേപ്പർ ബോട്ട്. എനിക്കൊരെണ്ണം തരാമോ? അപ്പോൾ ഗേൾ പറയും, ഷുവർ, ടേക്ക് ദിസ് എന്ന് പറയാം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി 6 വേർഡ് പസിൽ. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. റീഡ് ദ ക്ലൂസ് ഗിവൻ ബിലോ. ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഇതൊരു പസിലാണല്ലേ കൂട്ടുകാരെ. ഈ പസിൽ നമുക്ക് താഴെയുള്ള ക്ലൂ അനുസരിച്ച് ഫില്ല് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അന്ന പ്ലേസ് ദ പേപ്പർ ബോട്ട്സ് ഇൻ ദ ഡാഷ്. നമ്മൾ കൂട്ടുകാരെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അന്നയുടെ കഥ വായിച്ചിട്ടുണ്ടല്ലോ. അന്ന പ്ലേസ് ദ പേപ്പർ ബോട്ട്സ് ഇൻ ദ ഡാഷ്. അന്ന എവിടെയായിരുന്നു പേപ്പർ ബോട്ട് കളിച്ചത്? എവിടെയാണ് അവൾ ഒഴുക്കി വിട്ടത്? എവിടെയാണ്? സ്ട്രീം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വലത്തോട്ടാണ്. നോക്കൂ, കോളം നൽകിയിട്ടുണ്ടല്ലേ. ഈ കോളത്തിലെ നമ്മൾ കറക്റ്റ് സ്പെല്ലിങ്ങിൽ എഴുതണം. ഒന്നാമത്തേതിൻ്റെ അടിയിൽ എസ് കൊടുത്തിട്ടുണ്ട്, മിഡിൽ ആർ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റിൽ എം കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ എഴുതുക? ആൻസർ എഴുതുക. സ്ട്രീം. STREAM. കൂട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടിയോ? സ്ട്രീം. അടുത്ത ചോദ്യം. ദിസ് മേക്സ് ദ എർത്ത് കൂൾ ആൻഡ് ഹാപ്പി. 4 letters. ഇത് എർത്തിനെ കൂളും ഹാപ്പിയുമാക്കുന്നു. എന്താണ് എർത്തിനെ കൂൾ ആൻഡ് ഹാപ്പി ആക്കുന്നത്? ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എവിടെയാണ്? കൂട്ടുകാരെല്ലാവരും കണ്ടോ? ആർ എഴുതിയിട്ടുണ്ടല്ലേ. ആർ ലാസ്റ്റിൽ ഡൗൺ ആയിട്ട് എൻ ലാസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് കൂളാക്കുന്നത് എർത്തിനെ? റെയിൻ ആണല്ലേ. RAIN. കൂട്ടുകാരെല്ലാവരും അവിടെ ലെറ്റേഴ്സ് എഴുതി ഫില്ല് ചെയ്യണം. അടുത്ത ചോദ്യം. ട്രാവൽ ഓർ ഫ്ലോ ഇൻ വാട്ടർ. 4 letters. ഒരു വാക്കാണ് നമ്മൾ എഴുതേണ്ടത്. ട്രാവൽ ഓർ ഫ്ലോ ഇൻ വാട്ടർ. ഒഴുകിപ്പോകുന്നു എന്ന് പറയുന്നതിന് ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? മൂന്നാമത്തെ നമ്പർ എഴുതിയേക്കുന്നിടത്ത് നോക്കാം. നോക്കൂ, നടുക്ക് മിഡിലായിട്ട് എ നൽകിയിട്ടുണ്ട്. എന്താണ് വരിക? ലെറ്റർ
സെയിൽ, SAIL, സെയിൽ. അടുത്ത വാക്ക് എന്താണ്? ദ ഫാറ്റ് ബോയ് വെൻ ഡാഷ് അന്ന. 4 letters. ദ ഫാറ്റ് ബോയ് വെൻ ഡാഷ് അന്ന. 4ാമത്തെ നമ്പർ ഇവിടെ എഴുതിയിരിക്കുന്നത് വലത്തോട്ടാണല്ലേ. ഇതാ നോക്കൂ, N എഴുതിയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയത് ഫാറ്റ് ബോയ്? അന്നയുടെ അടുത്തേക്ക് പോയി എന്നാണ്. എങ്ങനെയാണ് അടുത്തേക്കെന്നുള്ള വാക്ക്? നിയർ, NEAR, നിയർ. അടുത്ത ചോദ്യം, വെൻ ഇറ്റ് റെയിൻസ് ചിൽഡ്രൻ ലൈക്ക് ടു പ്ലേ വിത്ത് ഇറ്റ്. മഴ പെയ്യുമ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇതുമായി കളിക്കാൻ ഇഷ്ടമാണ്. എന്താണ് കൂട്ടുകാരെ മഴ പെയ്യുമ്പോൾ നമ്മൾ കളിക്കാറില്ലേ? എവിടെയാണ് കളിക്കാറുള്ളത്? 3 letters ആണ് ക്ലൂ നൽകിയിട്ടുള്ളത്. 5ാമത്തെ നമ്പർ നമ്മൾ കണ്ടു, ഡൗൺ ആണ് എഴുതേണ്ടത്. 3 letters ഉള്ളൂ. M എന്നുള്ളത് ലെറ്റർ എഴുതിയിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ കളിക്കുക? മഡ്, MUD, മഡ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാവർക്കും എക്സാം എളുപ്പമുള്ളതാകും. ബൈ.